Hitchhiking Mallu's പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ തമ്മിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇന്ന് നമ്മൾ ഒരു കേക്ക് മിക്സിംഗ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ അല്ലേ, നമ്മളിതൊരു കേക്ക് മിക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ കയറി തുടങ്ങി. ഞാൻ നമ്മുടെ അപ്പൂപ്പനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. നമ്മുടെ അപ്പൂപ്പന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ കേക്ക് മിക്സിംഗ്, നമ്മുടെ കേക്ക് മിക്സിംഗ് വീഡിയോ ചെയ്യുന്നത് നമ്മള് ക്രിസ്മസിന് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കുകയാണ്. ക്രിസ്മസിന് വേണ്ടി നമ്മൾ റെഡി ആവുകയാണ്. 1.5 മാസം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ കേക്ക് മിക്സിംഗ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേക്ക് മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി കേക്ക് മിക്സിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ മുന്നേ ചെയ്തു. അതായത് അടുത്ത വർഷത്തേക്കുള്ള കേക്ക് മിക്സിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്തവണ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്ത് വെക്കണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ എന്തായിരുന്നു ക്രിസ്മസിന് ചെയ്യുന്നത്? നമ്മൾ ക്രിസ്മസിന് ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് നമ്മളിവിടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാവരും ഒരുമിച്ചിട്ട് കഴിക്കുന്ന വീഡിയോക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനൊരു ഇത്തവണ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഒരു ക്രിസ്മസ് തീം കൊണ്ടുവരാണ്. അത് ക്രിസ്മസ് സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് വീഡിയോ ആണ്, ന്യൂ ഇയർ വീഡിയോ ആണ്, ജിംഗിൾ ബെൽസ്, ലൈറ്റ്, ക്രിസ്മസ് ട്രീ. അപ്പൊ ആ ഒരു ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇന്ന് കേക്ക് മിക്സിംഗിന്റെ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലൊരു എന്താണ് കുക്കിംഗ് ചാനൽ അല്ല അല്ലേ. അപ്പം നമ്മൾ എന്നാലും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരുടെ ഒരു കേക്ക് മിക്സിംഗ് വീഡിയോ ചെയ്യുന്നതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും സെറ്റ്. അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് അല്ലേ. നമ്മളെല്ലാം ഇന്നലെ ലുലുവിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ മേഘമോൻ, അതിന് തന്നെ പറഞ്ഞാൽ മേഘമോൻ, ഇത് ജിനി, അത് അജ്മൻ ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ 1 by 1 ആയിട്ട് തുടങ്ങാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് എന്തൊക്കെയാണെന്ന്. നമുക്ക് നമ്മുടെ ആദ്യം തൊട്ടുള്ളത് നോക്കാം. ഇത് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ട്, ഡേറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഓരോന്ന് പറയുകയാണെങ്കിൽ ഇത് ഡ്രൈഡ് ക്രാൻബെറീസ് ആണ്. പിന്നെ വരുമ്പോൾ ഇത് പ്ലം, ഇത് ഡ്രൈഡ് സ്ട്രോബെറി, പിന്നെ വരുന്നത് ഫിഗ്, ചെറി, ഇത് കാൻഡീഡ് ഐറ്റംസ് ആണ്. അതായത് ഓറഞ്ച് പീല്, ലെമൺ പീല്, ചെറി. പിന്നെ വരുന്നത് വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സിൽ കിവി ഉണ്ട്, ആപ്രിക്കോട്ട്സ് ഉണ്ട്. ഇത് ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയും, അതായത് ഡ്രൈഡ് പപ്പായയാണ്. പിന്നെ ഇത് ജിഞ്ചർ, കാൻഡീഡ് ജിഞ്ചർ. പിന്നെ നമ്മുടെ ഡേറ്റ്സ്, നട്ട്സ് ഉണ്ട്, പിസ്ത, കാഷ്യൂ, റേസിൻസ് തന്നെ 2 വെറൈറ്റി. പിന്നെ ഇത് നമ്മുടെ സ്പൈസ് മിക്സ്, ബദാം. പിന്നെ ഓക്കെ, ഇതും ചെറിയാണ്. പിന്നെ നമുക്ക് ഹണിയുണ്ട്, ഓറഞ്ച് മാർമലേഡും ബ്ലാക്ക് കറന്റ് ജാമും ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അതിന്റെ കൂടെ നമ്മുടെ അപ്പൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ ബേഡ് ആയിട്ടുള്ള റമ്മാണ്, ഓൾഡ് മങ്ക് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾഡ് മങ്ക് നമ്മൾ എന്തിനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുക എന്തിനാണ് വാങ്ങിച്ചത്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അത്രയും 35 to 40 days എങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ ആ ഒരു ഫ്ലേവർ അതിന് കിട്ടത്തുള്ളൂ. നമ്മൾ പ്ലം കേക്ക് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് ഇതും ഒഴിച്ച് സോക്ക് ചെയ്ത് അത്രയും ദിവസം പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ. അപ്പൊ ശരിക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ബ്രാൻഡി അല്ലെങ്കിൽ റമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ടിപ്പിക്കൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ അവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇന്ന് നമ്മളിവിടെ കുക്കിംഗ് ചെയ്യുന്നത്. ഇത് ഒരു ആൽക്കഹോളിക് ഇതാണ്. ആൽക്കഹോളിക് അല്ലാത്തവർക്കാണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വൈൻ ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ നമ്മളിവിടെ റമ്മ് വെച്ചാണ്. ഫ്രൂട്ട് ജ്യൂസ് ഓറഞ്ച് ആണ് യൂഷ്വലി ചെയ്യുന്നത്. ഓറഞ്ച് ആണ്. അപ്പോ ഇത് ആൽക്കഹോളിക് വേണ്ടാത്തവർക്ക് ജ്യൂസ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ജ്യൂസ് വെച്ച് യൂസ് ചെയ്യുന്നവരും ആൽക്കഹോളിക് വെച്ച് ചെയ്യുന്നതിനും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ഫ്രിഡ്ജിൽ എങ്ങോട്ട് അതെ, ഈ ഫ്രൂട്ട് ജ്യൂസസ് അങ്ങനത്തെ ഷുഗർ സിറപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വേണം പ്രിസർവ് ചെയ്യാൻ. അല്ലാത്തതാണെങ്കിൽ റം ഒക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ നമ്മൾ ഒരു 2-3 days കൂടുമ്പോൾ നന്നായിട്ട് സ്റ്റർ ചെയ്ത് അങ്ങനെ സൂക്ഷിക്കണം. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് അപ്പൊ ഞങ്ങളുടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് പതുക്കെ ഓരോന്ന് ചോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് 1 by 1 നല്ല കരിമ്പഴും ചെറിയ പീസായിട്ട് ഒരേ സൈസിൽ ചെറിയ പീസായിട്ടാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അരിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം.
നമ്മളെല്ലാം പറയാൻ എല്ലാം നല്ല രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അരിയുമ്പോൾ നമ്മളെല്ലാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെയിം സൈസിന് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചത്. ചെറിയ പീസായിട്ട് ഒരേപോലെ എല്ലാം ഒരേപോലെ വേണം. അപ്പൊ നമുക്ക് എന്നാ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മിക്സിംഗ് ആണ് അല്ലേ? മിക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മള് ഇത് അരിയുമ്പോൾ ഇച്ചിരി പോലും വെള്ളമയം പാടില്ല. നമ്മുടെ നൈഫും കട്ടിംഗ് ബോർഡും എല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇതിനകത്തെല്ലാം പൂപ്പൽ പിടിക്കും. അപ്പൊ നമുക്ക് പിന്നെ ഇത് എടുക്കാൻ പറ്റാതാവും. അതായത് മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ജാറിൽ വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വെള്ളമയം ഒട്ടുമില്ലാതെ കട്ടിംഗ് ബോർഡ് ആണെങ്കിലും നൈഫ് ആണെങ്കിലും നമ്മൾ ടിഷ്യൂ വെച്ച് നല്ലോണം തുടച്ചിട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ വൈപ്പ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാതാക്കിയിട്ട് മാത്രമേ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതിലേക്ക് പോകാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 1 by 1 നമുക്ക് ഓരോ സൈഡിൽ എടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഇതിലേക്ക് എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ജാം എല്ലാം കൂടെ ഇടാം അല്ലേ? ജാം എല്ലാം കൂടെ ഇതൊന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ജാമും ഹണിയും ആഡ് ചെയ്യും. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ അതുപോലെ പ്ലേറ്റിൽ ട്രാൻസ്ഫർ ചെയ്തല്ലേ മുകളിലോട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എല്ലാം എത്തി ഉറപ്പാക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് കാണിച്ചേക്കാം. കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ബോൾ നിറച്ച് വന്നു. 100 gram വെച്ച് നമ്മളെല്ലാം വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് ബോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ജാമും കാര്യങ്ങളെല്ലാം ഇടുന്നത്. അതേപോലെ ഈ മസാല ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്നിട്ട് നമ്മൾ നമ്മുടെ റമ്മും എല്ലാം ഒഴിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ആ ബൗളിൽ നിന്ന് നമ്മൾ ചെറിയൊരു ചരുവത്തിലേക്ക് മാറ്റി നമുക്ക് ഇളക്കാനുള്ള മിക്സ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിയത്. ഇതാണ് നമുക്ക് 2 കൈ ഉപയോഗിച്ച് നല്ല വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാം 1 by 1 ജാം എല്ലാം മിക്സ് ചെയ്താലോ? ഓക്കെ, ജാം ഫസ്റ്റ് നമുക്ക് ജാം എടുക്കാം. എത്ര സ്പൂണാണ് ജാം ഉണ്ട്? നമുക്കൊരു 5 to 6 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇത് ബ്ലാക്ക് കറന്റ് ജാം ആണ്. ഓക്കെ, അത് നമുക്ക് ആഡ് ചെയ്യാം. ബ്ലാക്ക് കറന്റ് ജാം നമ്മൾ 6 സ്പൂൺ അല്ലേ?
ഇനി നമ്മുടെ അപ്പൂപ്പന്റെ ട്രെയിനിങ് ആണ്. അപ്പൊ റമ്മ് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ റമ്മ് ഏകദേശം നമ്മൾ ഒഴിക്കുന്നത് അപ്പൂപ്പനെ കണ്ണ് കാണുന്നതാണ് അല്ലേ? ഏകദേശം ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. 2 കപ്പ്. അപ്പൊ ആ 2 കപ്പ് ഏകദേശം ഇവിടെ വരെ നമ്മൾ ഒഴിക്കും. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മിക്സ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൂപ്പനെ പൊട്ടിച്ചിട്ട് ഒഴിക്കാം. പൊട്ടിയോ? ഒറ്റടിക്കുന്ന പൊട്ടി കിട്ടും. ഓക്കെ. അപ്പോൾ ഒഴിച്ചേട്ടെ. ഇളക്കണ്ടല്ലോ, ഒഴിച്ചിട്ട് പിന്നെ ഓക്കെ. അവരളവ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഇളക്കാം. ഇച്ചിരി ഒഴിക്കാം അല്ലേ? ഓക്കെ. നമുക്കിത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ആ റമ്മിന്റെ ആ സ്മെല്ല് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? നമ്മളിങ്ങനെ കേക്ക് മിക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ആ റമ്മിന്റെ ഒക്കെ സ്മെല്ല് കൂടുതലായിട്ടും അല്ലേ നമുക്ക് വരുന്നത്. അല്ലാതെ റമ്മൊക്കെ വളരെ റെയറാണ്. ഓക്കെ ആണോ? അതോ ഇനി നമ്മൾ ഇനി ഒഴിക്കേണ്ടി വരുമോ? ഓക്കെ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ടിട്ട് സോക്കായി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ആവശ്യത്തിനുണ്ട്. ആ സ്മെല്ല് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ബാക്കിയുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒഴിക്കും. 2 days കൂടുമ്പോൾ നമ്മുടെ ചാറിനകത്ത് 2 days കൂടുമ്പോൾ നമ്മൾ ഡ്രൈ ആണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഡ്രൈ ആണെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ആ കുപ്പി ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്തോ എല്ലാം വെക്കണം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും ഇനിയിപ്പോ ഈ വരുന്ന ദിവസം ഒഴിക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും സൈഡിലേക്ക് വെക്കാം. അപ്പൊ ഇനി സ്പൈസ് പൗഡർ ഇട്ടില്ല. സ്പൈസ് പൗഡർ ഇടില്ലേ? സ്പൈസ് പൗഡർ എന്ന് പറയുമ്പോൾ നമ്മള് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 25 to 30 ഗ്രാമ്പു ഏലക്കയും അത്ര എടുത്തായിരുന്നു. പട്ട ഒരു 6-7 പീസ് അങ്ങനെ എടുത്ത് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചു. നമുക്കൊരു 2 സ്പൂൺസ് ആഡ് ചെയ്ത് നോക്കാം. 2 സ്പൂൺസ് ഫുൾ 2 സ്പൂൺസ് ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് കണക്കെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി 2 സ്പൂൺസ് നിറച്ചെടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ എടുക്കുവാണ്. ഇതൊക്കെയാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന സ്പൈസ് പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സ് ചെയ്തതിനകത്ത്. കാരണം നമുക്ക് ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ലൊരു എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലോട്ട് ഇത് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു 35-40 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഗ്ലാസ് ജാർ അല്ലെങ്കിൽ ഒരു ഭരണി, അതാണ് യൂസ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന. പ്ലാസ്റ്റിക്കിലൊന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കത്തില്ല. ഇതൊരു 3 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അത് മതിയാവും ഇതിനു വേണ്ടി. മിക്സ് ചെയ്തതിന്റെ ഇതാണ് നമ്മുടെ മിക്സ് ചെയ്ത ഐറ്റംസ് എല്ലാം. അപ്പൊ നമ്മൾ ഇനി ഇത് പതുക്കെ നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നു, ടൈറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഈ 2 days കൂടുമ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കണം. അപ്പൊ എങ്ങാനും ഇതിനകത്ത് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കുറച്ച് റമ്മൂടെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്ത് നല്ല നിരപ്പാക്കി ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഫുള്ളായില്ല. നമ്മൾ ഏകദേശം ഇത്രയും ഉദ്ദേശിച്ച് ഏകദേശം അത്രയും തന്നെയായി. നമ്മളിനി നല്ലപോലെ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒരു നല്ലൊരു ഡ്രൈ പ്ലേസിലോട്ട് വെച്ചാൽ മതി. എവറി 2 to 3 days നമ്മളിത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. ഇതിനകത്ത് ആവശ്യത്തിന് റമ്മും ഒക്കെ ഉണ്ടോ, ഡ്രൈ ആയി പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്ന് മിക്സ് ചെയ്തൊക്കെ നമ്മൾ
നോക്കണം. ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് കേക്ക് മിക്സിംഗ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു ഇപ്പൊ തന്നെ ചെയ്തു. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അല്ലേ. അപ്പൊ ശരി, അപ്പോൾ വ്യത്യസ്ത വീഡിയോകളും പുതുമുള്ള കാഴ്ചയും അടുത്ത ആഴ്ച കാണും. ഇതിൻ്റെയൊക്കെ ഇനിയും വേറെ വൈറൽ വീഡിയോ വരാനുണ്ട് അല്ലേ. നമ്മളിനി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് വരാറുണ്ട്, അതേപോലെ സ്പെഷ്യൽ വേറെ 2-3 വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. ഹിച്ച്ഹൈക്കിംഗ് മല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാൻ വേറൊരു കാര്യം ഇല്ല, തുടങ്ങിയിട്ടില്ല. ഹിച്ച്ഹൈക്കിംഗ് മല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിച്ച്ഹൈക്കിംഗ് മല്ലുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം.